ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാൻ ഇന്നുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ആദിയോഗി സ്റ്റാച്യു സന്ദർശിക്കാൻ വന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദിയോഗി സ്റ്റാച്യു വിശേഷങ്ങളും ഒക്കെയാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ രാവിലെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വേണം എനിക്ക് സ്റ്റാച്യുവിലേക്ക് ഇനി പോകാൻ വേണ്ടി. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. മസാല ദോശ കഴിച്ചിട്ട് ഇനി പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. തരക്കാടില്ലാത്ത ഫുഡായിരുന്നു, നല്ല മസാല ദോശയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ 150 വർഷത്തോളം പഴക്കമുള്ള അതിൻ്റെ മാതൃക, അതായത് പഴയ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ എഞ്ചിൻ്റെ ഒരു മാതൃക വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ 150 വർഷം പഴക്കമുള്ള റെയിൽവേ എഞ്ചിൻ്റെ ഒരു മാതൃകയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ധാരാളം ഓട്ടോകളുണ്ട്. ഓട്ടോയ്ക്ക് അവർ പറയുന്നത് 700 രൂപയാണ് പറയുന്നത് സ്റ്റാച്യുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബസ് വരും എന്നാണ് മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബസ് വരും. ബസ്സിന് 14-ാം നമ്പർ ബസ്സാണ് ഇനി വരേണ്ടത്. ആ ബസ്സിന് വേണം എനിക്ക് സ്റ്റാച്യുവിലേക്ക് പോകാൻ വേണ്ടി. ഇത് കണ്ടോ, വരുന്ന ബസ്സുകൾക്കെല്ലാം നമ്പറുകളാണ്. ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിനും ഓരോ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ഓട്ടോക്കാർ 500-ഉം 700-ഉം ഒക്കെ പറഞ്ഞ് ബസ് കാത്തു നിന്ന് ബസ്സിന് കയറി കഴിഞ്ഞപ്പോൾ 50 രൂപ ടിക്കറ്റ്. ഐഷ ഫൗണ്ടേഷനിലേക്ക് ഉള്ളത് 50 രൂപ ടിക്കറ്റ്. 50 രൂപ ടിക്കറ്റ് നമുക്ക് ബസ്സിന് യാത്ര ചെയ്ത് അവിടെ എത്താം. ഈ കാണുന്നത് ധ്യാനലിംഗ ആണ്. ഇതിനകത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 20 മിനിറ്റോളം അതിനകത്ത് കയറി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പറ്റും. ഒരു 5 മിനിറ്റോളം അതിനകത്ത് നടന്ന് ഉള്ള ദൂരമുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് കയറിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്, ക്യാമറ, മൊബൈൽ ഒന്നും അതിനകത്തേക്ക് അലോഡല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറിയിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആ പുറത്തെ കാഴ്ചകളും കണ്ട് നമുക്ക് ആദിയോഗി സെൻറ്ററിലേക്ക് പോകാം. ഇവിടെയാണ് മൊബൈലും ബാഗുകളും എല്ലാം സൂക്ഷിക്കാൻ കൊടുക്കുന്നത്. ഇവിടെ ഫ്രീ ആണ്, അതിനൊന്നും പൈസ മേടിക്കില്ല. നമുക്കതെല്ലാം കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധ്യാനലിംഗത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്കതെല്ലാം തിരിച്ച് മേടിക്കാം. ഇതിനകത്ത് മൊബൈൽ അടക്കമുള്ള എല്ലാ സാധനങ്ങളും അവർ സൂക്ഷിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. സെൽഫ് സർവീസ് ഉള്ളൊരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ എല്ലാ ഫുഡുകളും ഉണ്ട്. നോൺ വെജൊന്നും കിട്ടില്ല, വെജിറ്റബിൾ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നല്ല രീതിയിലുള്ള ഫുഡുകളെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാളവണ്ടിയിൽ നമുക്ക് യോഗി സെൻറ്ററിലേക്ക് പോകാം. കുറച്ച് ദൂരേ നടക്കാനുള്ളൂ. പക്ഷേ നമുക്ക് വെയിലത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഇതിനകത്ത് കയറിയിട്ട് 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയിട്ട് യോഗ സെൻറ്ററിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ ഈ കാളകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പയർ മുളപ്പിച്ചത് അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിന് 50 രൂപയാണ്. അത് മേടിച്ച് നമുക്ക് കാളകൾക്ക് കൊടുക്കാം. നമ്മൾ കാളവണ്ടിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാളവണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ട് കാളവണ്ടി കയറിയിട്ടാണ് യോഗി സെൻറ്ററിലേക്ക് പോകുന്നത്. കാളവണ്ടികൾ ഇങ്ങനെ ലൈനായി കിടപ്പുണ്ട്. ഓരോ വണ്ടിയിലും ആൾ നിറഞ്ഞു കഴിയുമ്പോഴേ ഇവിടുന്ന് പോവുള്ളൂ. നമ്മുടെ വണ്ടിയിൽ ആൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കാളവണ്ടി മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ള കാളവണ്ടികളെല്ലാം ഇങ്ങനെ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ആൾ ആകുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. Doing crazy dreaming.
പോകുന്ന കാളകളെല്ലാം ഇവിടത്തേക്കുള്ള കാളവണ്ടി വലിക്കുന്ന കാളകളാണ് ഈ പോകുന്നതെല്ലാം. ഇഷ യോഗി സെൻറ്ററിൻ്റെ പുറകുവശത്തു നിന്നുള്ള കാഴ്ചകളാണത്. ഇവിടെ വരെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. ബസ്സെല്ലാം ഇവിടെ വരും. ബസ് ഇവിടെ വന്നിട്ട് റൗണ്ട് അടിച്ച് ബസ് തിരിച്ചു പോകും. പിന്നെ ഒരു 5 മിനിറ്റ് ഇടവിട്ട് ബസ്സുണ്ട്. പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ, ഓട്ടോ, കാറ് അതുപോലെയുള്ള പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം വേറെയുണ്ട്. അതിന് സ്വന്തമായി വാഹനത്തിന് വരുന്നവരാണെങ്കിൽ അതും ഇവിടെ വരെ എത്തും. ഇവിടെ വന്ന് സ്റ്റാച്യുവിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട് വണ്ടിയൊക്കെ. ഇതാണ് സ്റ്റാച്യു. ഇതാണ് ആദിയോഗി സ്റ്റാച്യു. ഏകദേശം 110 അടി ഉയരമുള്ള ശിവൻ്റെ അർദ്ധകായ പ്രതിമയാണ്. അത് ഒരു ധ്യാനത്തിലിരിക്കുന്ന രൂപത്തിലുള്ള പ്രതിമയാണ് കാണുന്നത്. ലേസർ ഷോ അടക്കമുള്ള ഷോകളുണ്ട്. സ്റ്റാച്യുവിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. മുകളിൽ നിന്ന് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഭാഗമല്ല, ചുറ്റും മലകളാണ്. ആ ചുറ്റും മലകളുള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ കാണുന്നത്. ഉള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന്. This is to create people's support to make the policy changes happen. Okay, now placards up. Everyone. Shall we start? Those who wish to show support for Save Soil, you can join from backside. Shall we start? Are we ready? Are we ready for the dance? Yes? This very body is soil. My body, your body, everybody is just soil body. Soil body. ലേസർ ഷോ തുടങ്ങുന്നത് 7 മണിക്കാണ്. 7 മണി മുതൽ 20 മിനിറ്റ്, 7:20 വരെ ഉണ്ടാവുന്ന പറയുന്നത്. ഇവിടെ ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് ഇന്ത്യയിൽ യോഗ, ട്രഡീഷണലായ രീതിയിലുള്ള യോഗ, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിക്കുക, ഇതിന് പ്രാതിനിധ്യം കൊടുക്കുക എന്നൊക്കെ ആണ് ഇവരുടെ ഉദ്ദേശം. അതാണ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മെഡിറ്റേഷൻ സെൻ്റർ ഉണ്ട്. ആ മെഡിറ്റേഷൻ സെൻ്ററിൽ നമുക്ക് കുറേ സമയം വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എണീറ്റ് പോരാ. ഇപ്പോൾ വൈകുന്നേരം ലേസർ ഷോയൊക്കെ തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് നല്ല തിരക്കാണ്. ഇവിടെ ഒരു ഭജനയുള്ള സ്ഥലമുണ്ട്. അവിടെ നല്ല തിരക്കാണിപ്പം. അവിടെയും ആരതിയൊക്കെ ഉണ്ട്. ഒരു 7 മണിയാകുന്ന സമയത്ത് ആരതിയൊക്കെ ഉണ്ട്. അവിടെയും നല്ല തിരക്കാണ്. അവിടെ ഇപ്പം അതൊരു ധ്യാന മണ്ഡപം കൂടിയാണത്. പക്ഷേ ഇപ്പോൾ ധ്യാനത്തിൽ അധികം ആൾക്കാർ ഇരിക്കുന്നില്ല, കാരണം നല്ല തിരക്കാണ്. ഈ തിരക്ക് കഴിഞ്ഞ് ഇവിടെ ആരതിയൊക്കെ ഉണ്ട്. ഇപ്പം ലൈറ്റ് ഷോ, ലേസർ ഷോയൊക്കെ തുടങ്ങാനുള്ള ടൈമായി. അതുകൊണ്ട് നല്ല തിരക്കാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം
കണ്ട ഒരു സുഹൃത്താണ്. ഇത് കണ്ടോ, ചെറുപ്പം മുതൽ ചൈൽഡ്ഹുഡ് മുതൽ പുള്ളി ചെയ്തതാണ് ഈ മുടി ഇങ്ങനെ ഉള്ളത്. അത് അഴിക്കാനിപ്പോൾ പറ്റില്ല, അഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ജാർഖണ്ഡാണ് സ്വദേശം. ജാർഖണ്ഡ് പിന്നെ ധൻബാദ്. ജാർഖണ്ഡിൽ ധൻബാദ്. യുവർ നെയിം? ശുഭം ഭാസ്കർ. സിംഗറാണെന്നാണ് പറഞ്ഞത്. ഭജൻ സിംഗറാണ്. वो शिव की महिमा परंपार, शिव का सच्चा है दरबार। शिव की महिमा परंपार, शिव का सच्चा है दरबार। सच्चे मन से सेवा करते, सच्चे मन से सेवा करते शिव के सेवादार। शिव की महिमा परंपार, शिव का सच्चा है दरबार। हर हर महादेव। ഈ വന്നിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ലേസർ ഷോ കാണാൻ വന്നിരിക്കുന്നത്. 7 മണിക്കാണ് ലേസർ ഷോ ഇവിടെ ഉണ്ടാവുക. ലേസർ ഷോൻ്റെ ടൈമിൽ ഇവിടെ മുഴുവൻ തിരക്കായിരിക്കും. അതിൻ്റെ പിന്നെ ഭാഗങ്ങളായുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാം പല സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ലേസർ ഷോ 7 മണിക്കാണ്. 7 മണി മുതൽ 7:20 വരെ കണ്ടാണ് ലേസർ ഷോ. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ആൾക്കാർ മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ആ ചെറിയ മുരുട പോലുള്ള ചെറിയ പാത്രം കണ്ടോ, ആ ചെറിയ പാത്രത്തിലാണ് ജലം അഭിഷേകത്തിന് മേടിക്കുക. അതിന് 20 രൂപയാണ്. ആ ജല അഭിഷേകത്തിന് മേടിച്ച് അത് അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ശിവലിംഗവും ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അതിനകത്താണ് ആ അകത്ത് കൊണ്ടുപോയിട്ട് ജലാഭിഷേകം ചെയ്യുക. അതിന് 20 രൂപ മേടിക്കും. പിന്നെ അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ ചടങ്ങുകൾ അവിടെയുണ്ട്. അതാണ് അതിനകത്ത് നടക്കുക. പിന്നെ അതിനകത്ത് ധ്യാനത്തിലിരിക്കും. ഇതിനകത്ത് ധ്യാനത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ ഒരു ശിവ സ്തുതി അതിനകത്തുനിന്ന് ഇങ്ങനെ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ധ്യാനത്തിലിരിക്കും. എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ധ്യാനത്തിലിരിക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. അതുപോലുള്ളൊരു അനുഭൂതി നമുക്കവിടെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു പിന്നെ തീർത്ഥം തരും. ആ തീർത്ഥം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റൂലാത്ത ഒരു അനുഭവം തരുന്നുണ്ട്. അത് ഒരു ഭയങ്കര ടേസ്റ്റാണ്. എന്താണ് അതിൻ്റെ അതിൽ ചേരുവ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ആ തീർത്ഥം. അതും കുടിച്ച് നമുക്ക് ഇറങ്ങിപ്പോകാം. ഇവിടെ ഒരു വലിയ ഉരുളിക്കകത്ത് കുറേ താമര പുഷ്പങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും നമുക്കൊരു നല്ല അനുഭവമാണ് കാണുന്നത്. യോഗീഭാവത്തിലിരിക്കുന്ന ശിവഭഗവാന്റെ കാതിൽ കണ്ടോ, കാതിലൊരു വലിയ കമ്മൽ. അത് കാറ്റത്ത് ആടി എന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങി അത് കാണാം. നമുക്കത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്ര ഇതില്ലെങ്കിലും അടുത്ത് വന്ന് നോക്കുമ്പോൾ കാറ്റത്ത് അതിങ്ങനെ അനങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ശരിക്കും കാറ്റത്ത് ആടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഇത് കണ്ടോ, ഈ ആദിയോഗീൻ്റെ കഴുത്തേൽ
നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു കയറ് പോലെയാണ് കാണുക. പക്ഷേ അത് കയറല്ല, ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ കോർത്തുണ്ടാക്കിയ ഒരു മാലയാണ് ശിവ ഭഗവാന്റെ കഴുത്തേലിട്ടിരിക്കുന്നത്. നല്ല പൊരിഞ്ഞ വെയിലാണ്. വെയിലായതുകൊണ്ടാണ് നമ്മൾ ആ കാളവണ്ടിക്ക് വന്നത്. കാളവണ്ടിക്ക് ഇങ്ങോട്ടേക്കും 10 രൂപ, ഇവിടുന്ന് റിട്ടേൺ പോകണമെങ്കിലും 10 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് നടന്ന് വേണമെങ്കിലും പോകാം, അങ്ങനെ ഇങ്ങോട്ട് വേണമെങ്കിലും നടന്ന് വരാം. പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ടാണ് നടന്നത്. പിന്നെ കാളവണ്ടിയിൽ കയറുന്നൊരു എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് നമ്മൾ കാളവണ്ടിയിൽ വന്നത്. തിരിച്ചിങ്ങോട്ട് നടന്നാണ് വരുന്നത്. നടന്നു വരുമ്പോൾ വഴിയിലെ എല്ലാ സൈഡിലും പിന്നെ ശിവസ്തുതികളിങ്ങനെ ശംഭൂ എന്നുള്ള ശിവസ്തുതികളിങ്ങനെ പിന്നെ നമുക്ക് സ്പീക്കറിൽ കേൾക്കാം. എല്ലാ സ്ഥലത്തും അത് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇതിങ്ങനെ ഇതുണ്ടോ, കേൾക്കുന്നില്ല നിങ്ങളെ? അതിങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കും. നല്ലൊരു പിന്നെ എന്താ പറയുക, ആത്മീയത തോന്നുന്നുണ്ട് നമുക്കിതിലേ ഇങ്ങനെ നടക്കുമ്പോൾ. യോഗി സെൻറ്ററിലെല്ലാം നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞാൻ ഫ്രൈഡ് റൈസിന് പറഞ്ഞു. സെൽഫ് സർവീസാണ്. ഫ്രൈഡ് റൈസിന് പറഞ്ഞു. ഫ്രൈഡ് റൈസ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇരുന്ന് കഴിക്കുക. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആദിയോഗി സ്റ്റാച്യു അതിൻ്റെ കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.